Okay, we just started third module. Okay, so in third module, in the beginning, we're going to discuss image enhancement, and I explained what is image enhancement in the last class. Okay, so what do you mean by image enhancement? Under the image enhancement. We started in image enhancement. Under image enhancement. The quality increasing എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആക്ച്വലി. നമ്മളെന്താ വെച്ചാൽ വാട്ട് എവർ അവർ അപ്ലിക്കേഷൻ, സോ അക്കോർഡിംഗ് ടു അവർ അപ്ലിക്കേഷൻ വി ആർ ജസ്റ്റ് മോഡിഫൈങ് ദ ഒറിജിനൽ ഇമേജ് ടു അനദർ ഇമേജ്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ആ ഇമേജിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതിന് പ്രോസസ്സിനെയാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ ചിലപ്പം എല്ലാ ആപ്ലിക്കേഷനും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓരോ ഈ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആണ് എപ്പോഴും ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ ഇമേജിനേക്കാളും, നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഇമേജിനേക്കാളും കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബി മോർ സ്യൂട്ടബിൾ ദാൻ ഒറിജിനൽ ഇമേജ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെന്റ് എന്താ പറയാ, ക്വാളിറ്റി ഇൻ ദ സെൻസ് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇപ്പം ആ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എപ്പോഴും എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വി ക്ലാസിഫൈഡ് ഇമേജ് എൻഹാൻസ്മെന്റ് ആസ് ടു, ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ടു. എന്താണ്, രണ്ട് അപ്രോച്ചസ് ഉണ്ട്. എന്തായിരുന്നു, എന്താണ് പറ. സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡും അതുപോലെ തന്നെ എന്താണ് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡും. സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ വി ആർ പ്രോസസ്സിംഗ് ഇമേജ് അറ്റ് ഇറ്റ്സ് പ്ലെയിൻ. അതായത് ആ സ്പേഷ്യൽ ഡൊമൈനിൽ തന്നെ പ്രോസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ് വിൽ കൺവേർട്ട് ദ സ്പേഷ്യൽ ഡൊമൈൻ to frequency domain. The image in spatial domain will be converted to frequency domain. അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ് എന്ന് പറയാം. ഈ സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് നമ്മൾ വീണ്ടും രണ്ട് അപ്രോച്ചസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ് നമ്മൾ വീണ്ടും ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? പോയിന്റ് പ്രോസസ്സിംഗും മാസ് പ്രോസസ്സിംഗും. ഓക്കെ, വെരി ഗുഡ്. സ്പേഷ്യൽ ഡൊമൈൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയിന്റ് പ്രോസസ്സിംഗും അല്ലെ, പോയിന്റ് പ്രോസസ്സിംഗ്. നെക്സ്റ്റ് മാസ്ക് പ്രോസസ്സിംഗ്. പോയിന്റ് പ്രോസസ്സിംഗ് ആസ് വെൽ ആസ് മാസ്ക് പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പം സോ വാട്ട് ഈസ് പോയിന്റ് പ്രോസസ്സിംഗ്? എന്താ പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ഈച്ച് പിക്സൽ മോഡിഫൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈച്ച് പിക്സൽ വിൽ ബി മോഡിഫൈഡ് അല്ലെ, എന്തെങ്കിലും ഓപ്പറേഷൻ വെച്ചിട്ട് വിൽ കൺവേർട്ട് ഓരോ പിക്സൽ, ഒരു ഇമേജിലുള്ള ഓരോ പിക്സലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്ന പ്രോസസ്സിനെയാണ് പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ ജനറലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പം സപ്പോസ് നമ്മുടെ ഇൻപുട്ട് ഇമേജ് അല്ലെങ്കിൽ ഒറിജിനൽ ഇമേജ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ പിക്സലിനെ എഫ് ഓഫ് എക്സ് വൈ എന്നിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യും, നമുക്ക് എന്ത് ചെയ്യുന്നു, ജി ഓഫ് എക്സ് വൈ കിട്ടുന്നു. ഓക്കെ, ഇതിന് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോയിന്റ് പ്രോസസ്സിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പിക്സൽ ബൈ പിക്സൽ വിൽ മോഡിഫൈ യൂസിങ് എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഓർ പ്രോസസ്സിംഗ് ടെക്നിക്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ 1-to-1 മാപ്പിംഗ് ആയിരിക്കും അല്ലെ. ഒരു പർട്ടിക്കുലർ പിക്സലിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി അനദർ പിക്സൽ. അപ്പൊ അങ്ങനെ 1-to-1 ഓരോ പിക്സൽ വൈസ് നമ്മൾ മാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, മാസ്ക് പ്രോസസ്സിംഗ് ആണ് അല്ലെ. മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? What do you mean by mask processing? ഓക്കെ, മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർമ്മയുടെ ഒരു മാസ്ക് ഉണ്ടാവും അല്ലെ, ഇമേജിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ഹാവ് എ മാസ്ക്. ഓക്കെ,
ആ മാസ്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മാസ്ക് വെച്ച് കഴിയുമ്പം ആ മാസ്കിന്റെ അകത്ത് വരുന്ന പിക്സൽസിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള സെൻട്രൽ പിക്സലിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതായത് ഒരു പിക്സൽ അതിന്റെ നെയ്ബർഹുഡ് പിക്സൽസും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പിക്സൽ വാല്യൂനും. ഇത്ര മാത്രം ജസ്റ്റ് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയാൽ മതി. മാസ് പ്രോസസ്സിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യാം, മാസ് പ്രോസസ്സിംഗ് ഒരു ഓപ്പറേഷൻ ഉണ്ടാവും ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ നെയ്ബർഹുഡ് ഓഫ് പിക്സൽസ് അല്ലെ. ഈച്ച് പിക്സൽ ഈസ് മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ഇറ്റ്സ് നെയ്ബർഹുഡ് പിക്സൽസ് ഓൾസോ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, മാസ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സപ്പോസ് ഇതാണ് ഒരു നമ്മുടെ ഒരു ഇമേജ് നമ്മൾ വരക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇമേജ്, ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മാസ്ക് പ്രോസസിങ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേറൊരു മാസ്ക് ഉണ്ടാവും. മാസ്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ആക്ച്വലി അതൊരു ഇമേജ് പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അതിന് കുറച്ച് ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സപ്പോസ് വി ഹാവ് എ 3x3 മാസ്ക് എന്ന് വിചാരിക്കും. ഇങ്ങനെ മാസ്ക് ഉണ്ടെങ്കിൽ ഈ മാസ്ക് എടുത്തിട്ട് നമ്മൾ ഈ ഇമേജിന്റെ മുകളിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും സ്പേസിൽ എന്ത് വരും, നമുക്ക് ഈ മാസ്ക് അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനൊരു ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും അല്ലെ. നമ്മളെ പിക്സലിനും നമ്മളെ ഒറിജിനൽ ഇമേജിനും ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും. ഈ മാസ്കും ഇന്റൻസിറ്റി വാല്യൂവും തമ്മിലുള്ള പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ്. ചിലപ്പോൾ ആവറേജിങ് നടക്കാം, അതിന്റെ എന്താ പറയാ മീൻ കണ്ടുപിടിക്കാം, മീഡിയൻ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പൊ അത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഇതിലൂടെയുള്ള സെൻട്രൽ പിക്സൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ആയിരിക്കും എപ്പോഴും മാസ്ക് പ്രോസസ്സിംഗിൽ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ മാസ്കിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ വെച്ച് അവിടെയുള്ള കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഇങ്ങനെയായിരിക്കും എപ്പോഴും മാസ്ക് പ്രോസസ്സിംഗ് നടക്കുക. അപ്പം പിക്സൽ ബൈ പിക്സൽ നമ്മൾ 1-to-1 മാപ്പിങ്ങിന് പകരം വിൽ ഹാവ് എ മാസ്ക്. ആ മാസ്ക് വെച്ചിട്ടായിരിക്കും ആ മാസ്കിന്റെ വാല്യൂ ഒറിജിനൽ ഇമേജിന്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പിക്സൽസിനെയും മോഡിഫൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പോയിന്റ് പ്രോസസ്സിംഗ് ആൻഡ് മാസ്ക് പ്രോസസ്സിംഗ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ ഒക്കെ വരച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ഈ പോയിന്റ് പ്രോസസ്സിംഗിലുള്ള ഒരുപാട് ടെക്നിക്സ് ആണ്. ഓക്കെ, പോയിന്റ് പ്രോസസ്സിംഗിലുള്ള ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കാം നമുക്ക്. നമ്മൾ ഇതിൽ ഫസ്റ്റ് പഠിക്കുന്ന ടെക്നിക്ക് പോയിന്റ് പ്രോസസ്സിംഗിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് പ്രോസസ്സിംഗിൽ പഠിക്കുന്ന ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ, ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഫസ്റ്റ് പഠിക്കുന്നത് പോയിന്റ് പ്രോസസ്സിംഗിൽ പഠിക്കുന്ന ടെക്നിക്കാണ് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ പിക്സലിനെയും നമ്മൾ എന്ത് ചെയ്യും, വേരിയേഷൻ ഉണ്ട് അല്ല. ഓരോ പിക്സലിനെയും പിക്സൽ ബൈ പിക്സൽ 1-to-1 മാപ്പിംഗ് ആയിരിക്കും. പിക്സൽ ബൈ പിക്സൽ വിൽ മോഡിഫൈ എൻ്റയർ ഇമേജ്. ഓക്കെ, അപ്പൊ അതിലിപ്പം സപ്പോസ് ആർ എന്ന് പറഞ്ഞാൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് നമ്മുടെ ഇൻപുട്ട് പിക്സലിനെ. അപ്പൊ ടി ഓഫ് ആർ ഈസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ജനറേറ്റർ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇപ്പൊ ജി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ടി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയ പോലെ തന്നെ ഇപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻപുട്ട് പിക്സലാണ് അല്ലെ. ഓക്കെ, ഇതെന്താണ്, ട്രാൻസ്ഫോംഡ് പിക്സൽ അല്ലെങ്കിൽ മോഡിഫൈഡ് പിക്സൽ. ഓക്കെ, ഇതാണ് ജനറൽ. ഈ ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് എഴുതാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യുന്നത്, വാല്യൂ ഓഫ് പിക്സൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് വിൽ ബി ഡിനോട്ട്. എന്ത് ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻപുട്ട് പിക്സൽ ഉണ്ടാവും, ദാറ്റ് പിക്സൽ വിൽ ബി ട്രാൻസ്ഫോംഡ് ടു മോഡിഫൈഡ് അല്ലെ. അപ്പം ആർ ആണ് നിങ്ങളുടെ ഇൻപുട്ട് പിക്സൽ, എസ് ആണ് നിങ്ങളുടെ മോഡിഫൈഡ് പിക്സൽ.
അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലീനിയർ ആണ്, ഒന്ന് നോട്ട് ചെയ്യാം, ഒന്ന് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് നെഗറ്റീവ്, ഓക്കെ, ഒന്ന് ഐഡന്റിറ്റി. നെഗറ്റീവ് ആൻഡ് ഐഡന്റിറ്റി, ഇതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് വൺ ഇസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ and next is logarithmic transformation. Logarithmic ഇതിൽ വരുന്നത് ലോഗ്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ലോഗ്. നെക്സ്റ്റ് വരുന്നത് പവർ ലോ, പവർ ലോ ട്രാൻസ്ഫോർമേഷൻ, പവർ ലോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇതിൽ nth പവർ 2 ടൈപ്പ് ഉണ്ട്, nth പവർ ആൻഡ് nth റൂട്ട്. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിക്സൽ ബൈ പിക്സൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഓരോ പിക്സലിനും പിക്സൽ വാല്യൂ വിൽ ബി വേരിയഡ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദ? ഫസ്റ്റ് വൺ ഈസ് ലീനിയർ. ലീനിയറിൽ 2 ഉണ്ട്, നെഗറ്റീവ് ആൻഡ് ഐഡന്റിറ്റി. നെക്സ്റ്റ് വരുന്ന ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ, അതിൽ ലോഗ് ആൻഡ് ഇൻവേഴ്സ് ലോഗ് ഉണ്ട്. മൂന്നാമത്തെ പവർ ലോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷനിൽ വരുന്നത്. അപ്പൊ ഇനി അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ അതിൽ ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നില്ലേ? എല്ലാവരും? അഭിജിത്ത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുക. അപ്പൊ ഇതിൽ എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻപുട്ട് ഇന്റൻസിറ്റി ലെവൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ R ആണ്. വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഇന്റൻസിറ്റി ലെവൽ S ആണ്. ഓക്കെ, അപ്പം R ഉം S ഉം ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് R ഉം വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് S ഉം ആണ്. അപ്പൊ നമ്മൾ ഇതിൽ കാണുന്ന ഫസ്റ്റ് ഐഡന്റിറ്റി നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കാണാം അല്ലെ. അത് ആക്ച്വലി എന്താണ്? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? നമ്മൾ R ഉം S ഉം തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഒന്നുമില്ല. അത് R ഈക്വൽ ടു S എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഒരേ പിക്സലിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് സെയിം ഇമേജ് തന്നെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെയിം ഇന്റൻസിറ്റി വാല്യൂ തന്നെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ ചെയ്യാം? എന്താ പറയാ? ഇറ്റ് വിൽ ബി കോൾഡ് ആസ് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അതെപ്പോഴും എങ്ങനെയായിരിക്കും? ഇതുപോലെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ അശ്വിത? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ്. കണ്ടോ, നെഗറ്റീവ് ലൈൻ നോക്കിയാൽ നിങ്ങൾ ഇവിടെ എന്താണ്? 0 ആവുന്ന സമയത്ത് അവിടെ മാക്സിമം ആയിരിക്കും അല്ലെ. ഇവിടെയുള്ള നിങ്ങൾക്ക് ഇപ്പം ഇന്റൻസിറ്റി വാല്യൂ അവിടെ 0 ആയതിനെല്ലാം എന്തായിട്ട് വരും? ഏറ്റവും മാക്സിമം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു 8-bit ഗ്രേ ലെവൽ ഇമേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ 0 വരുന്നതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും വരുക? എന്തായിരിക്കും പിക്സൽ വാല്യൂ വരുക? എന്തായിരിക്കും അഭിജിത്ത്? 1 അല്ല, 1 വരുന്ന എപ്പോഴാണ്? ബൈനറി ഇമേജ് ആണ്. ഞാൻ പറഞ്ഞ 8-bit ഗ്രേ ലെവൽ ഇമേജ് ആണെങ്കിൽ 0നെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? 0 ടു എത്ര വരും അതിന്റെ റേഞ്ച്? -0 to 255 വരെ ആയിരിക്കും അല്ലെ. അപ്പം അവിടെ നമ്മളെ ഇൻപുട്ട് ഇമേജിൽ 0 വരുന്ന പോർഷൻസ് എല്ലാം എന്തായിട്ട് മാറും? അവിടെ 250. ഇപ്പൊ ഇവിടെ നോക്കി, 0 to L-1 ഉണ്ട്. ഇവിടെ L സപ്പോസ് we are considering an 8-bit gray level image. What is the value of L here? 256 ആയിരിക്കും അല്ലെ. 0 to L-1, 0 to 255 വരെ ആയിരിക്കും ആ വാല്യൂ ഉണ്ടാവുക. അപ്പൊ 0 വരുന്ന എവിടെയൊക്കെയാണോ 0 വരുന്നത്, ദാറ്റ് പിക്സൽ വിൽ ബി റീപ്ലേസ്ഡ് ആസ് 255. മനസ്സിലാകുന്നുണ്ടോ? ഇന്റൻസിറ്റി വാല്യൂ വിൽ ബി ചേഞ്ച്ഡ് ആസ് 255. 0 വരുന്ന പോർഷൻ എല്ലാം ഇതാവും 255 ആവും. ഇനി 255 വരുന്ന പോർഷൻസ് എല്ലാം 0 ആവും അല്ലെ. ബാക്കിയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ രീതിയിൽ ഗ്രേ ആവും. ഇപ്പൊ L-4 256/4 എന്ന് പറഞ്ഞ പോർഷനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വാല്യൂ ആയിരിക്കും വരും. അങ്ങനെ നമ്മൾ ചേഞ്ച് വരുത്തുന്നു. അതിനാണ് ഇമേജ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നിങ്ങൾ കാണുന്ന നെഗറ്റീവ് ഇമേജസിനെ പറ്റിയിട്ട് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിക്സൽ വാല്യൂസ് നമുക്ക് വരും. അതിനാണ് ഇമേജ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഇവിടെ ഇതൊരു എക്സ്റേ ഇമേജ് ആണ്. ആക്ച്വലി എക്സ്റേ അല്ല, ഒരു മാമോഗ്രാം ഇമേജ് ആണ്.
ഇതിൽ നിങ്ങൾ നോക്കിയാൽ ചില വാല്യൂസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എസ്പെഷ്യലി മെഡിക്കൽ ഇമേജസിൽ നമ്മളിപ്പോൾ ഒരു ബ്ലാക്കും വൈറ്റും ബ്ലാക്ക് ഗ്രേ ഷെയ്ഡിൽ ഒരു വൈറ്റ് പിക്സൽസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതേസമയം വൈറ്റിൽ ബ്ലാക്കിന് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ചില ആപ്ലിക്കേഷൻസിനായിരിക്കും ഇമേജ് നെഗറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എസ്പെഷ്യലി ദിസ് വിൽ ബി അപ്ലിക്കബിൾ ഇൻ മെഡിക്കൽ ഇമേജിംഗ് പ്രോസസ് അല്ലേ. അപ്പൊ ഇതിലെന്താ എൻഹാൻസിങ്, ഇപ്പൊ നമുക്കിപ്പം ഒരു വൈറ്റ് സർഫസിൽ ഒരു ബ്ലാക്ക് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ എന്താ പറയുക ഇമേജ് നെഗറ്റീവ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയുള്ള ഇമേജ് ഇവിടെയുള്ളതാണ് ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജ് ആണ് എന്ത് ഒറിജിനൽ ഇമേജ് അല്ലെ. അതിന്റെ നെഗറ്റീവ് ഇമേജ് ആണ് റൈറ്റ് സൈഡിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശിശിര മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ ഇമേജ് നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ തന്നെ എന്തായിരിക്കും, ഈ ഇമേജിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതന്നെ കിട്ടും. അതിനാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇമേജ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ പിക്സൽ വാല്യൂസ് മാക്സിമം ഉള്ളത് എന്താവും, മിനിമം ഉള്ളത് മാക്സിമം, ആ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇമേജ് നെഗറ്റീവ് എന്ന് പറയാം. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്തിലാണ്, മെഡിക്കൽ ഫീൽഡിലാണ് കേട്ടോ. മെഡിക്കൽ ഇമേജിംഗിലാണ് ഏറ്റവും കൂടുതൽ ഇമേജ് നെഗറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞു, അടുത്ത് എന്താണ് ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നെഗറ്റീവും ഐഡന്റിറ്റിയും മനസ്സിലായില്ലേ. അപ്പൊ ഫിഗർ വരക്കും കേട്ടോ. നമ്മളിപ്പോ കാണിച്ച ഫിഗർ ഇതല്ല, ഈ ഫിഗർ വരക്കണം നിങ്ങൾ. നെഗറ്റീവ്സ് വെച്ചാൽ ഈ രണ്ട് ലൈൻസ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, നെഗറ്റീവും ഐഡന്റിറ്റിയും മാത്രം കാണിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ ലോഗരിതമിക് ആണ് അല്ലെ. ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ അകത്ത് രണ്ട് സംഭവങ്ങളുണ്ട്, ലോഗും ഇൻവേഴ്സ് ലോഗും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് S is equal to C log 1 plus R എന്നായിരിക്കും. R എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് R എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് പിക്സലും അല്ലെ. R is the input pixel, S will be the output pixel. ഇങ്ങനെ ആയിരിക്കും കിട്ടും. അപ്പൊ അതിൽ നമ്മൾ C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. C എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും C. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമ്മൾ ലോഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ പുതിയ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇവിടെ ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ വാല്യൂ ഇപ്പം ഒരു 100 ആണെങ്കിൽ നമ്മൾ ഈ 100 പ്ലേസ് ചെയ്തിട്ട് എന്താ സിന്റെ വാല്യൂ ഇപ്പൊ ഒരു 50 എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും അല്ലെ. അത് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ആ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് S എന്താ കിട്ടുന്നത്, എസിന്റെ ആ വാല്യൂ വെച്ചിട്ട് ആ പർട്ടിക്കുലർ പിക്സൽസിന് 100 വരുന്ന പിക്സൽസിനെ എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പൊ അതിനെയാണ് ആക്ച്വലി ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പം കണ്ട ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, എന്താ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ നോക്കി ഈ ഒരു കർവാണ് ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 0 എന്ന് പറഞ്ഞ പിക്സലിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ഉണ്ടാവും. ഈ പിക്സൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലോഗ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ R എന്ന് പറഞ്ഞ പിക്സലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയായിരിക്കും വാല്യൂ കിട്ടുക. എസിന്റെ വാല്യൂ ഈ ഒരു കർവായിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻവേഴ്സ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ അതിന് എക്സ്പോണൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. അപ്പൊ അതിവിടെ നിങ്ങൾ ഈ ഒരു കർവ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇതിനാണ് ഇൻവേഴ്സ് ലോഗ് എന്ന് പറയുക. നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ടുള്ളതാണ് ഇൻവേഴ്സ് ലോഗ് എന്ന് പറയുക. അപ്പൊ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഒന്ന് ലീനിയറും ലോഗരിതമിക്കും. ഇനി ഈ ലോഗരിതമിക് എന്ന് പറയുന്നത് ആക്ച്വലി ഈ വിഷ്വൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിഷ്വൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ചില പർട്ടിക്കുലർ ഏരിയയുടെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെ, ബ്രൈറ്റ്നസ് വ്യത്യാസം വരുത്തുക, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണ് ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് അപ്പം ഒരു പർട്ടിക്കുലർ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ 8-bit ഇമേജ് ആണെങ്കിൽ 0 to 255 എന്ന് പറയുന്ന പോലെ ആ പർട്ടിക്കുലർ ഡൈനാമിക് റേഞ്ചിൽ വ്യത്യാസം വരുത്താത്ത രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇത് ഇമേജ് എൻഹാൻസ്മെന്റിന് വളരെ ലെസ് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഫിഗർ ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്ന എന്താ, ലാസ്റ്റ് നമ്മൾ പഠിച്ചെന്താ പവർ ലോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, പവർ ലോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അതിലൊരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. പവർ ലോ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ S is equal to C into R raised to gamma. ഓക്കെ,
അപ്പോൾ ഈ സിയും ഗാമയും എന്ന് പറയുന്നത് ആക്ച്വലി പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കറിയാം ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട് പിക്സൽ അല്ലെങ്കിൽ ഒറിജിനൽ ഇമേജ് പിക്സൽ, എസ് ഈസ് ദ ട്രാൻസ്ഫോംഡ് പിക്സൽ. ഇത് രണ്ടും ഈ വാല്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആറിനെ ചേഞ്ച് ചെയ്ത് എസ് ആക്കും. ആ എസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പിക്സൽ ഇന്റൻസിറ്റി വാല്യൂസിന് റീപ്ലേസ് ചെയ്യുന്നു. അതിനാണ് പവർ ലോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ പവർ ലോ ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇവിടെ nth പവർ nth റൂട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ nth പവർ nth റൂട്ട് എന്ന് പറഞ്ഞാൽ ഗാമന്റെ വാല്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ആ കർവിലും വ്യത്യാസം വരും. നമുക്ക് നോക്കാം. കണ്ടോ കണ്ടോ ഇപ്പം നമ്മളിപ്പം എസ് ഇസ് ഈക്വൽ ടു എന്തായാലും നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ സി ഇൻറ്റു ആർ റേസ് ടു ഗാമയാണ്. അപ്പൊ ഗാമന്റെ വാല്യൂ വ്യത്യാസം വരുന്നതിനനുസരിച്ചിരിക്കും ഈ കർവിലും വ്യത്യാസം വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ ആവുന്നില്ല? ഓക്കെ, അപ്പൊ ഈ ഗാമന്റെ വാല്യൂ 6 എന്ന് പറഞ്ഞാൽ 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തായിരിക്കും, ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും കിട്ടും. അതായത് ആ ഇമേജിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഗാമന്റെ വാല്യൂ നിങ്ങൾ 1 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ലോ ട്രാൻസ്ഫോർമേഷൻ വിൽ ബി an ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. അപ്പം എക്സാക്ട്ലി നമുക്ക് ആ ഇമേജ് എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഗാമന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പവർ ലോ ഈ വ്യത്യാസം വരും. അതായത് നമ്മളെ ഈ പിക്സൽ വാല്യൂസിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പം ഈ 1ൽ താഴെയുള്ള വാല്യൂസ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. 1ൽ താഴെയുള്ള വാല്യൂസ് നമ്മുടെ nth റൂട്ട് എന്ന് പറയും അല്ലെ, nth റൂട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. 1ന് മുകളിലുള്ള വാല്യൂസ് വരുന്ന സമയത്ത് അതിന് പവർ ലോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. സോറി, nth പവർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. 1ന് മുകളിൽ വരുമ്പോൾ അതിന് nth പവറിനും 1ൽ താഴെ വരുന്ന ട്രാൻസ്ഫോർമേഷൻ nth റൂട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് മെയിനായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗാമ കറക്ഷൻ എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഉണ്ട്. 2 അപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് ഗാമ കറക്ഷൻ. അപ്പൊ ഗാമ കറക്ഷൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാമ കറക്ഷൻ കേട്ടോ. ഈ പവർ ലോ ട്രാൻസ്ഫോർമേഷൻ ഒരു അപ്ലിക്കേഷൻ ആണ് ഗാമ കറക്ഷൻ. ഗാമ കറക്ഷൻ അപ്പൊ ഗാമ കറക്ഷൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ പഴയ CRT ടെലിവിഷൻ, CRT ട്യൂബിലായിരിക്കും, പിക്ചർ സ്ക്രീൻ ആയിരിക്കും യൂസ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെ CRT എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ, അതിലൊരു ഇന്റൻസിറ്റി ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കൂല അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇരിക്കൂല അതിന്റെ സ്ക്രീനിൽ നമുക്ക് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പം ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കില്ല, അപ്ലൈഡ് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ആയിട്ടായിരിക്കും അതിന്റെ ഇന്റൻസിറ്റി കാണിക്കുന്നുണ്ട്, നോൺ ലീനിയർ ആയിരിക്കും. അപ്പം ഇതിന്റെ ആ ലീനിയാരിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായിട്ടുള്ള ഗാമന്റെ വാല്യൂ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ആ നോൺ ലീനിയാരിറ്റി CRT സ്ക്രീനിലുള്ള നോൺ ലീനിയാരിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പവർ ലോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം ആക്ച്വലി ഒരു 2.5 ഒക്കെ ആയിരിക്കും യൂഷ്വലി ചെയ്യുന്ന പവറിന്റെ വാല്യൂ, റൈസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2.5 വരെയായിരിക്കും നമ്മൾ അതിൽ റൈസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഇതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് ഗാമ കറക്ഷൻ എന്ന് പറയാം. ദിസ് വിൽ ബി ആൻ എക്സാമ്പിൾ ഓഫ് പവർ ലോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, CRT സ്ക്രീനിലായിരിക്കും ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ. കോൺട്രാസ്റ്റ് ചില ഇമേജസിന്റെ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള പിക്സൽസിന്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ലോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം കോൺട്രാസ്റ്റ് മാനിപ്പുലേഷനും ഗാമ കറക്ഷനും ആയിരിക്കും ഇതിന്റെ പവർ ലോ ട്രാൻസ്ഫോർമേഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ പോയിന്റ് പ്രോസസ്സിംഗിൽ ഫസ്റ്റ് പഠിച്ച ഓരോന്ന് ഓർത്ത് വെക്കണം കേട്ടോ, അത് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നത് പോയിന്റ് പ്രോസസ്സിംഗ് ആണ്. ഇപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ. ആ ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ 3 ക്ലാസ് ചെയ്തു: ലീനിയർ, ലോഗരിതമിക് ആൻഡ് പവർ ലോ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ലീനിയറിൽ നെഗറ്റീവ് ആൻഡ് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ലോഗരിതമിക്കിൽ ലോഗും ഇൻവേഴ്സ് ലോഗും, ആൻഡ് ഇൻ പവർ ലോ വി ഹാവ് nth പവർ ആൻഡ് nth റൂട്ട് ട്രാൻസ്ഫോർമേഷൻ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാക്ട് പോയിന്റ്സുകൾ നിങ്ങൾ എഴുതി വെക്കുക. ആവശ്യമുള്ള ഫിഗർ ഒക്കെ നീറ്റായിട്ട് പേപ്പറിൽ വരക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഈ ഫിഗർ മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ ഒരു ഫിഗർ ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഇതും ഓർത്ത് വെക്കുക. നമ്മൾ ആദ്യം പഠിച്ച ഈ ഒരു ഫിഗറും. ഓക്കെ, അതായത് ഐഡന്റിറ്റി, നെഗറ്റീവ്, ലോഗ്, ഇൻവേഴ്സ് ലോഗ്, nth പവർ, nth റൂട്ട്. ഓക്കെ, ഇത് എക്സ് ആക്സിസിൽ നമ്മൾ ഇൻപുട്ട് ഇന്റൻസിറ്റി ലെവല്,
y ആക്സിസിൽ ഔട്ട്പുട്ട് ഇന്റൻസിറ്റി ലെവൽ. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് ഗ്രേ ലെവൽ സ്ലൈസിങ് എന്ന് പറയും. ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചത് അതിന്റെ അതുപോലെ തന്നെ ഒരു പോയിന്റ് പ്രോസസിംഗ് മെത്തേഡാണ് ഗ്രേ ലെവൽ സ്ലൈസിങ്. അതെന്താണ് നമുക്ക് നോക്കാം. ഗ്രേ ലെവൽ സ്ലൈസിങ്. ഗ്രേ ലെവൽ സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് ടു ഹൈലൈറ്റ് എ സ്പെസിഫിക് റേഞ്ച് ഓഫ് ഗ്രേ ലെവൽ ഇൻ ആൻ ഇമേജ്. ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഗ്രേ ലെവലിനെ മാത്രം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഗ്രേ ലെവൽ സ്ലൈസിങ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ലെവൽ സ്ലൈസിങ് എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സപ്പോസ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇമേജിലുള്ള ഒരു റേഞ്ച് ഓഫ് ഇന്റൻസിറ്റിനെ മാത്രം നമുക്ക് എൻഹാൻസ് ചെയ്യണമെന്നായിരിക്കും. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേ ലെവൽ സ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഇപ്പം നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രേ ലെവൽ ഇമേജ്, ഒരു 8-bit ഗ്രേ ലെവൽ ഇമേജ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ വാല്യൂസ് എത്ര ഉണ്ടാവും? 0 to 255 വരെയുള്ള ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും. ഈ ഇന്റൻസിറ്റി വാല്യൂന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 100 to 150 വരെയുള്ള ഇന്റൻസിറ്റി വാല്യൂനെ മാത്രം എനിക്ക് എൻഹാൻസ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേ ലെവൽ സ്ലൈസിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക, വിച്ച് ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് എ സ്പെസിഫിക് റേഞ്ച് ഓഫ് ഇന്റൻസിറ്റി ലെവൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ആ വാല്യൂ മാത്രം ചിലപ്പോൾ ഈ 100 to 150 എന്ന് പറയുന്ന റേഞ്ചിലുള്ള വാല്യൂ മാത്രം ഞാൻ ചിലപ്പോൾ 200ലേക്ക് മാറ്റുന്നു. ഓക്കെ, ആ പർട്ടിക്കുലർ പിക്സൽ വാല്യൂ ഉള്ള, ആ പർട്ടിക്കുലർ ഇന്റൻസിറ്റി വാല്യൂ ഉള്ള പിക്സൽസിനെല്ലാം ഞാൻ മാറ്റിയതിനെ ട്രാൻസ്ഫോം ചെയ്ത് 200 ആക്കുന്നു. അപ്പൊ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രേ ലെവൽ സ്ലൈസിങ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി ലെവലിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഗ്രേ ലെവൽ സ്ലൈസിങ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അരുൺ ക്ലിയർ അല്ലേ? ഓക്കെ, ദീപ്തി? ക്ലിയർ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട് ബേസിക്കലി. ഒന്ന് ഗ്രേ ലെവൽ സ്ലൈസിങ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട്. രണ്ട് ഗ്രേ ലെവൽ സ്ലൈസിങ് വിത്ത് ബാക്ക്ഗ്രൗണ്ട്. വിത്ത് ബാക്ക്ഗ്രൗണ്ട്, വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ ഇതില് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നാണെങ്കിൽ, ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ ഒരു ആക്സസ് ഇവിടെ വരക്കുവാണ്. ഇത് നമ്മുടെ 0 to L-1, അതായത് ഇതാണെന്ന് വിചാരിക്കുക, ഇൻപുട്ട് പിക്സലിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻപുട്ട് ഇന്റൻസിറ്റി ലെവലാണിത്. ഇത് ഔട്ട്പുട്ട് 0 to L-1. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം ഇവിടെ ഇപ്പൊ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, അപ് ടു ഇപ്പം 8-bit ഇമേജ് ആണെങ്കിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 255 ആയിരിക്കും അല്ലെ. 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോ ഒരു 100 to 150 റേഞ്ചിലുള്ള ഇന്റൻസിറ്റി വാല്യൂനെ മാത്രം എൻഹാൻസ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ, ശരിക്കും നമ്മളിപ്പം ഒരു ലീനിയർ ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും ഔട്ട്പുട്ട് ഇൻപുട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാനൊരു പർട്ടിക്കുലർ വാല്യൂനെ മാത്രം, അതായത് ഈ പറയുന്ന ഇപ്പം 100 to 150 എത്രയെങ്കിലും ആണെങ്കിലും ആവട്ടെ, ഈ വാല്യൂസിനെ മാത്രം ഞാൻ എടുത്തുകൊണ്ട് അതിനെ എൻഹാൻസ് ചെയ്യുന്നു. അപ്പൊ അതിനെ എൻഹാൻസ് ചെയ്യാൻ മീൻസ് അതിന്റെ ഇന്റൻസിറ്റി വാല്യൂനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു കർവ് വാല്യൂ കിട്ടും, ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഈ പർട്ടിക്കുലർ വാല്യൂനെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇമേജസ് ഉണ്ട്, ബാക്കി വാല്യൂസ് ഉണ്ട് അല്ലെ. ബാക്കി ഈ 100 to 150 ബാക്കിയുള്ള 0 to 100 അതുപോലെ 150 to 250 വരെയുള്ള ഇന്റൻസിറ്റി ലെവൽ വാല്യൂസ് ഉണ്ട്. ഇതിനെല്ലാം ഞാൻ 0 ആക്കി മാറ്റുന്നു, ഇതിനെല്ലാം ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെല്ലാം ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് ആ പർട്ടിക്കുലർ 100 to 150 എന്ന് പറയുന്ന പിക്സൽ റേഞ്ചിനെ ഞാൻ ഇൻക്രീസ് ചെയ്തു. ആൻഡ് ഐ ഒമിറ്റ് all that value outside that range. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താണ്, ഗ്രേ ലെവൽ സ്ലൈസിങ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട്. അതായത് ബാക്കിയുള്ള വിത്ത് ബാക്ക്ഗ്രൗണ്ടിനെല്ലാം ആ ഇന്റൻസിറ്റി വാല്യൂനെ എൻഹാൻസ് ചെയ്തു,
ബാക്കിയുള്ള വാല്യൂസിനെല്ലാം ഞാൻ ബ്ലാക്ക് ആക്കി അല്ലെങ്കിൽ സീറോ ഇന്റൻസിറ്റി ലെവലാക്കി മാറ്റി. ഇതിനെയാണ് വിത്തൗട്ട് ഗ്രേ ലെവൽ സ്ലൈസിങ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഈ ഫിഗറിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതിയാണ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ എ ടു ബി എന്ന് പറയുന്ന ഇന്റൻസിറ്റി വാല്യൂസിനെ മാത്രം ഞാൻ എൻഹാൻസ് ചെയ്തു, ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ എല്ലാം ഞാൻ എന്ത് ചെയ്തു? സീറോയിലേക്ക് മാറ്റി. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇന്റൻസിറ്റി അല്ലെങ്കിൽ എന്താണ് ഇന്റൻസിറ്റി ലെവൽ സ്ലൈസിങ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട്. ഇനി അടുത്ത ഇമേജ് നിങ്ങൾ നോക്കി. അടുത്ത ഇമേജിൽ എന്താ ചെയ്യുന്നത്? 0 to L - 1 എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ലെവലിൽ ആ പർട്ടിക്കുലർ എ ടു ബി എന്ന് പറഞ്ഞ റേഞ്ചിനെ എൻഹാൻസ് ചെയ്തു അല്ലെ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ബാക്കി വാല്യൂനെ എന്ത് ചെയ്യുന്നില്ല? അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് വിത്തൗട്ട് ഗ്രേ ലെവൽ സ്ലൈസിങ് വിത്ത് ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഇന്റൻസിറ്റി വാല്യൂനെ എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഗ്രേ ലെവൽ സ്ലൈസിങ് വിത്ത് ബാക്ക്ഗ്രൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇതാണ് രണ്ട് മെത്തേഡ് ഗ്രേ ലെവൽ സ്ലൈസിങ്ങിന്റെ. ഇത് കണ്ടോ, അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഇതൊരു മെഡിക്കൽ ഇമേജ് കാണിച്ചിട്ടുള്ളൂ. ഇപ്പം ഈ ഫസ്റ്റ് ഒരു ആൻജിയോഗ്രാം ഇമേജ് ആണ്. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്ത് നമ്മൾ മാറ്റി. ഇപ്പൊ ഒന്നാമത്തെ ഇമേജിൽ എന്താ ചെയ്തത്? നിങ്ങൾ നോക്കിയ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഗ്രേ ലെവൽ, ഈ കാണുന്ന ഗ്രേ ലെവലിനെ മാത്രമാണ് ഇവിടെ എൻഹാൻസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ആ എൻഹാൻസ് ചെയ്ത ശേഷം എന്താ ചെയ്തത്? ബാക്കിയുള്ള ഗ്രേ ലെവലിനെ എല്ലാം അവർ എന്താക്കി മാറ്റി? എന്ത് ചെയ്തു? ബ്ലാക്ക് ആക്കി, സീറോ ആക്കി മാറ്റി. അതാണ് ഈ ഇമേജ് കാണിക്കുന്നത്. പിന്നെ അടുത്ത ഇമേജ് നോക്കിയേ, അതിനെ എൻഹാൻസ് ചെയ്തു, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാക്കിയുള്ള വാല്യൂസിനെ എല്ലാം എന്താക്കി അവർ അതുപോലെ തന്നെ കീപ്പ് ചെയ്തു. അപ്പൊ അതാണ് മൂന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഗ്രേ ലെവൽ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേ ലെവൽ സ്ലൈസിങ്. അപ്പൊ നമ്മൾ ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷനിലെ രണ്ടാമത്തെ മെത്തേഡ് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ അല്ലെ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു അല്ലെ. ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷനിൽ പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ പഠിച്ച മെത്തേഡാണ് ഗ്രേ ലെവൽ സ്ലൈസിങ്. അതിൽ രണ്ട് മെത്തേഡ് ഉണ്ട്, സ്ലൈസിങ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ടും വിത്ത് ബാക്ക്ഗ്രൗണ്ടും. ഓക്കെ, അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സിൽ ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി വാല്യൂസിനെ മാത്രം നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഇമേജസിന്. സപ്പോസ് ഇപ്പൊ നിങ്ങൾ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്തുള്ള സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം അതിലുള്ള വാട്ടർ ബോഡീസ് മാത്രം അല്ലെങ്കിൽ ഇപ്പം വെള്ളം കാണുന്ന സ്ഥലം മാത്രം നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിന് മാത്രം ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി ലെവൽ ഉണ്ടാവും. ഒറ്റയൊരു ലെവലായിരിക്കില്ല, റേഞ്ച് ഓഫ് ഇന്റൻസിറ്റി ലെവലായിരിക്കും അതിലങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഇന്റൻസിറ്റി വാല്യൂ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്യും. ബാക്കിയുള്ളതിനെ ഏത് ചിലപ്പോൾ റിമൂവ് ചെയ്യാം. വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളയും. വിത്ത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നോക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നിക്കിനാണ് ഗ്രേ ലെവൽ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. ഒരുപാടുണ്ട്. എക്സ്റേ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് ഇമേജസ്, പിന്നെ മെഡിക്കൽ ഇമേജസിൽ ഈ പറയുന്ന പോലെ MRI സ്കാനിങ്, അതിലൊക്കെ നമ്മൾ ഈ ഗ്രേ ലെവൽ സ്ലൈസിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ്. ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ എല്ലാം നമ്മൾ ഡീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി ലെവലിനെ നമ്മൾ മാറ്റുകയോ ചെയ്യുന്നത് അല്ലെ. അതല്ലെങ്കിൽ ഇപ്പം ഗ്രേ ലെവൽ സ്ലൈസിംഗിൽ നമ്മൾ ചെയ്തത് വി എൻഹാൻസ്ഡ് എ പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഇന്റൻസിറ്റി വാല്യൂ അല്ലെ. നമ്മൾ വി ഹൈലൈറ്റഡ് എ പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഇന്റൻസിറ്റി വാല്യൂ. അപ്പൊ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഹൈലൈറ്റിംഗ് എ പെർട്ടിക്കുലർ ഗ്രേ ലെവൽ റേഞ്ചസ്, ബിറ്റ് ലെവൽ സ്ലൈസിംഗിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹൈലൈറ്റ്സ് ദ കോൺട്രിബ്യൂഷൻ മേഡ് ടു ടോട്ടൽ ഇമേജ് അല്ലെ. അതായത് മൊത്തത്തിലും ഓരോ പർട്ടിക്കുലർ ബിറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. ഒരു 8 ബിറ്റ് ഇമേജ് ആണെങ്കിൽ നമുക്കറിയാം 0 to 255 വരെയുള്ള വാല്യൂസ് ഉണ്ടെന്ന് അറിയാം, ഇന്റൻസിറ്റി വാല്യൂസ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ കുറെ ബിറ്റ് പ്ലെയിനുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അതായത് ബിറ്റ് പ്ലെയിൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 0 ഇപ്പം 0 എന്ന് പറഞ്ഞൊരു പ്ലെയിൻ എന്താ ഉണ്ടാവുക, 0 എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ആക്കി മാറ്റും. 0 ഞാനൊരു പ്ലെയിൻ ആക്കി മാറ്റും. അതായത് 0 മാത്രമുള്ള ഒരു ഇന്റൻസിറ്റി ലെവൽ മാറ്റുന്നത്. അപ്പൊ എന്തായിരിക്കും പ്ലെയിൻ 0 എങ്ങനെയായിരിക്കും ഉണ്ടാവുക?
അങ്ങനെയായിരിക്കും വാല്യൂ ഉണ്ടാവും. അത് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം 8 ബിറ്റ് ഇമേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, 8 ബിറ്റ് ഇമേജസ് ഉണ്ട്. അപ്പം ഇതിലുള്ള ഓരോ ബിറ്റിനെയും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ പ്ലെയിൻ ആക്കി മാറ്റുന്നത്. അതായത് ഓരോ 8 പ്ലെയിൻ ഉണ്ടാവും അല്ലെ, 8 പ്ലെയിൻ ഇങ്ങനെ ഉണ്ടാവും. അതായത് 8 പ്ലെയിൻ നമുക്ക് ഇങ്ങനെ എടുക്കാം, 8 ലെവൽ ഗ്രേ ലെവൽ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റുന്നു. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഓരോ പിക്സലിനും 8 ലെവൽ ഉണ്ടാവും. സപ്പോസ് ഞാനിപ്പോ 100 എന്ന് പറഞ്ഞ ഒരു പിക്സൽ എടുത്തു കഴിഞ്ഞാൽ ആ 100നും 8 ലെവൽ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇവിടെ മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും? ഇല്ലേ അഭിജിത്ത്? ക്ലിയർ ആയില്ല പറയുന്നത്? അതായത് ഇപ്പം ഞാനിപ്പോ സപ്പോസ് 100 എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പിക്സൽ എടുക്കുകയാണെങ്കിൽ 100 എന്തുണ്ടാവും, 100 നമുക്ക് 8 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ആ 8 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 8 ബിറ്റുകൾ ഉണ്ടാവും. ആ 8 ബിറ്റിലും എന്തുണ്ടാവും, ആ ഓരോ ബിറ്റിലും നമ്മൾ ഓരോ പിന്നെ പ്ലെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ബിറ്റുകൾക്കും പർട്ടിക്കുലർ ഒരു എന്താ പറയാ, ഓരോ ബിറ്റുകളെയും നമുക്ക് ഓരോ പ്ലെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഒരു ലെവൽ ഉണ്ടാവും, ഗ്രേ ലെവൽ ഉണ്ടാവും അല്ലെ. ഇപ്പൊ 1111 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, 255 ആയിരിക്കും. അതേപോലെ 0000 0000 എന്നിട്ട് നമുക്ക് ഉണ്ടാവും 0 ഉണ്ടാവും. അങ്ങനെ ഈ 0 മുതൽ 255 വരെയുള്ള ബിറ്റുകളെ നമുക്ക് എഴുതാം. അപ്പൊ ഇതിൽ ഈ ബിറ്റുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇവിടെയുള്ള ഈ ഒരു ഇതിനെ മാത്രം എടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ബിറ്റ് 0 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും, ബിറ്റ് പ്ലെയിൻ 0. ഓക്കെ, നമ്മളിവിടെ നീറ്റായിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ 0 to 255 ആണ് കാണിക്കുന്നത്. ഓക്കെ, 8 ബിറ്റ് ഇമേജ് ആണെങ്കിൽ 0 to 255. അപ്പം ഈ 0 നമ്മൾ റെപ്രസെന്റ് ചെയ്യുക 8 സീറോസ് ആയിരിക്കും അല്ലെ, 0 0 0 0 0 0 0 0. ഓക്കെ, ഇനി ഇവിടെ 255 ആണെങ്കിൽ 1 1 1 1 1 1 1 1. അപ്പൊ ഈ ഇത്രയും വാല്യൂന്റെ ഇടയിൽ 255 ലെവൽസ് ഉണ്ടാവും, മീൻ 256 ലെവൽസ് ടോട്ടൽ 0 to 255 വരെയുള്ള ലെവൽസ് ഉണ്ടാവും. അപ്പൊ ഞാനിത് ചെയ്ത്, ഇത് നമുക്കറിയാം, ഇത് LSB ആണ്, ഇത് ബിറ്റ് 0 ആണ് അല്ലെ, ബിറ്റ് 0 ആണ്, ഇത് ബിറ്റ് 1 ആണ്, അപ് ടു ഇത് ബിറ്റ് 7 ആയിരിക്കും. അങ്ങനെ ഈ ഓരോ ബിറ്റുകളെയും നമ്മൾ എടുത്തിട്ട് ഓരോ പ്ലെയിൻ ആക്കിയിട്ട് മാറ്റുന്നു. അപ്പം ഇവിടെയുള്ള ഈ ലെവൽ ബിറ്റിനെ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ട് ഇതിന്റെ വാല്യൂ എന്താന്ന് നോക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെവൽ ഉണ്ടാക്കണം. ഓക്കെ, അത് ഏറ്റവും താഴെയുള്ള ലെവലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്ത് ബിറ്റ് 1 പൊസിഷനിലുള്ള എല്ലാ ബിറ്റുകളെയും നമ്മൾ എടുക്കുന്നു. ഓക്കെ, അതിന് നെക്സ്റ്റ് മുകളിലുള്ള ലെവലാക്കി മാറ്റും. അങ്ങനെ എത്ര ലെവൽ നമുക്ക് കിട്ടും, എത്ര ലെവൽ കിട്ടും അഭിജിത്ത്? 0 to 7 8 ലെവൽസ് കിട്ടും അല്ലെ, 8 പ്ലെയിൻസ് കിട്ടും അല്ലെ. അപ്പൊ ഏറ്റവും മുകളിലുള്ള കാണിക്കുന്ന എന്തായിരിക്കും, 8 ബിറ്റിലുള്ള ബിറ്റ് പ്ലെയിൻ 7 ആയിരിക്കും. ഏറ്റവും മുകളിലുള്ള ബിറ്റ് പ്ലെയിൻ 7 ആയിരിക്കും, ഏറ്റവും താഴെയുള്ള ബിറ്റ് പ്ലെയിൻ 0 ആയിരിക്കും. LSB, ഇത് MSB ആയിരിക്കും. അപ്പൊ ഏറ്റവും മുകളിലുള്ള പ്ലെയിൻ എന്ന് പറയുന്ന MSB ബിറ്റുകൾ കൂടിയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും, ഏറ്റവും താഴെയുള്ളത് LSB ബിറ്റുകൾ കൂടിയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ മാറ്റുന്നതിന് ഈ രീതിയിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ലെവലിലുള്ള പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവലിനെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിനെ റിമൂവ് ചെയ്ത് നോക്കുന്ന ആ ഇമേജിനെ, ആ പർട്ടിക്കുലർ ലെവലിനെ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും ഇമേജിൽ സംഭവിക്കുന്നുണ്ടാവോ. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഫിഗർ ഇപ്പം കൂടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ബിറ്റ് പ്ലെയിൻ 0 ഏറ്റവും താഴെ ഉണ്ടാവും. 0 ആണ് നമ്മൾ റെപ്രസെന്റ്, ഇവർ 1 to 8 എന്നാണ് കാണിച്ചിട്ടുള്ളത്. 1 to 8 ആണെങ്കിൽ ഏറ്റവും താഴെയുള്ളതായിരിക്കും ഏറ്റവും LSB ബിറ്റ്, ഏറ്റവും 8 എന്ന് പറയുന്നത് ഹയസ്റ്റ് ബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജിനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കി, ഈ ഫസ്റ്റ് ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത്
ഫസ്റ്റ് കാണിക്കുന്നത് ഈ എ എന്ന് പറയുന്നത് ഒരു 8-bit ഗ്രേ സ്കെയിൽ ഇമേജ് ആണ് അല്ലെ. അപ്പൊ അതിൽ ഓരോ ബിറ്റ് പ്ലെയിനെയും നമ്മൾ ഇപ്പം നമ്മളിപ്പോ അതിൽ ഏറ്റവും താഴെയുള്ള ബിറ്റിനെ മാത്രം എടുത്തിട്ട് നമ്മൾ നോക്കി, അന്നേരം കിട്ടുന്ന ഇമേജ് ആണിത് അല്ലെ. ഏറ്റവും അടുത്ത നെക്സ്റ്റ് ഇമേജ് എടുത്തു അല്ലെ, 0 അതായത് 1 to 0 ബിറ്റ് പ്ലെയിൻ 0 to ബിറ്റ് പ്ലെയിൻ 8 വരെയുള്ള ആ ഇന്റൻസിറ്റി വാല്യൂസിനെ നമ്മൾ ഇമേജ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമേജസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പൊ ഈച്ച് ബിറ്റ് പ്ലെയിൻ ഈസ് എ ബൈനറി ഇമേജ്. ഓരോ ബിറ്റ് പ്ലെയിനും നമുക്ക് ബൈനറി ഇമേജ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇമേജ് ആണ്, അതായത് ബിറ്റ് പ്ലെയിൻ 8 അല്ലെ, ബിറ്റ് പ്ലെയിൻ 7, 0 to 7 ആണെങ്കിൽ ബിറ്റ് പ്ലെയിൻ 7 എന്ന് പറയുന്ന ആ ഒരു ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ശിശിര ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. ഈ ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓരോ ബിറ്റും അതിനുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിറ്റ് ലെവലിനെ മാറ്റുമ്പോൾ എന്താണ് ഇമേജിന് വ്യത്യാസം വരുന്നത് എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ബിറ്റ്സ് ഇൻ ആൻ ഇമേജ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ട് ഇമേജ് കംപ്രഷൻ ഇത് യൂസ് ചെയ്യും. സപ്പോസ് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിനോ 2-3 പ്ലെയിൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇമേജിന്റെ ടോട്ടൽ സൈസ് കുറയും. പക്ഷെ ഇമേജിന്റെ അതായത് ആ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പിന്നെ ക്വാളിറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചില ബിറ്റുകളെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇമേജിന്റെ സൈസ് കുറക്കാൻ പറ്റും. അപ്പോൾ ബിറ്റ് പ്ലെയിൻ സ്ലൈസിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇമേജ് കംപ്രഷനും അതുപോലെ തന്നെ അനാലിസിസ് ചെയ്യാനാണ്. റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ബിറ്റ്സ് ഇൻ ആൻ ഇമേജ് അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പം ഒരു 8-bit ഇമേജിന് 4-bit ഇമേജ് ഒക്കെ ആക്കിയിട്ട് മാറ്റേണ്ടി വരും, കംപ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയത്ത് ബിറ്റ് പ്ലെയിൻ സ്ലൈസിങ് ചെയ്തിട്ട് നമ്മൾ ഏത് ഗ്രേ ലെവൽ അല്ലെങ്കിൽ ഏത് ബിറ്റ് പ്ലെയിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് അതിന്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബിറ്റ് പ്ലെയിൻ സ്ലൈസിങ്ങിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സമയമായല്ലേ? സമയമായില്ലേ? ഇത് നോക്കാം നിങ്ങൾ.